എല്ലാ പ്രേക്ഷകർക്കും ക്യുസീൻസ് ഓഫ് ഇന്ത്യയുടെ അടുത്ത ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിങ്ങളെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ബീഫ് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ളതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് നൂഡിൽസ് 300 ഗ്രാംസ്. ഇത് സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന നൂഡിൽസ് ആണ്. വെജ് നൂഡിൽസ് ആണ്, എഗ് നൂഡിൽസ് അല്ല. ക്യാബേജ് 100 ഗ്രാംസ്. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരെണ്ണം. ബീഫ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് 700 ഗ്രാംസ്. ഒരു മീഡിയം സവോള. സെലറി 2 സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. 3 സ്പ്രിംഗ് ഒണിയൻ്റെ വെള്ള ഭാഗവും പച്ച ഭാഗവും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഒരു ഗ്രീൻ ചില്ലി പച്ചമുളക്. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ. 2 ക്ലോവ്സ് ഗാർലിക്. ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. ഓയിസ്റ്റർ സോസ് 1 ടേബിൾ സ്പൂൺ. സോയ സോസ് 3 ടേബിൾ സ്പൂൺ. സെഷ്വാൻ സോസ് 2 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, അതുപോലെ ഓയിലും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുക്കിങ്ങിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ടൊരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. അതിനിടയ്ക്ക് നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഓയിൽ ആവശ്യത്തിന് ഇവിടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നൂഡിൽസും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കുക. നൂഡിൽസ് എടുത്ത് വേവിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബീഫ് നമുക്ക് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തിന്നായിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയാകുന്നതാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നൂഡിൽസും ബീഫും അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് നമ്മളിവിടെ ഹൈ ഹീറ്റിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ ആഡ് ചെയ്യുക. ഒന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് ഭാഗം ഇവിടെ ആഡ് ചെയ്യാം. സവോളയും ഇവിടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവോള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെലറിയും കൂടെ ആഡ് ചെയ്യാം. സെലറി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനിടയ്ക്ക് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മുളക് ആഡ് ചെയ്യാം. ഇനിയും ക്യാപ്സിക്കം നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇളക്കിയെടുക്കാൻ. ഇതിൻ്റെ എല്ലാ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഇട്ട വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബീഫും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സോസും ആഡ് ചെയ്യാം. ഇവിടെ ഗ്രീൻ ചില്ലി സോസ്, അതുപോലെ ഓയിസ്റ്റർ സോസ്, പിന്നെ സോയ സോസ് 1 ടേബിൾ സ്പൂൺ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഷെസ്വാൻ സോസ് കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും ഈ സോസും വെജിറ്റബിൾസും അതുപോലെ ബീഫും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈവൻലി ആയിട്ട് എല്ലാ ഏരിയയിലും സോസ് ഒന്ന് വരുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഏരിയയിലും സോസൊക്കെ ഒന്ന് വരുന്ന രീതിയിൽ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൂഡിൽസും കൂടി ഇവിടെ ആഡ് ചെയ്യാം. നൂഡിൽസ് ആഡ് ചെയ്തതിന് ശേഷം നൂഡിൽസും ബീഫും അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനിയും ഗാർണിഷിങ്ങിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീനും കൂടെ നമുക്ക് മേളിലൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കാതെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചെയ്യുക. എല്ലാവർക്കും വലിയൊരു നന്ദി.